അതായത് വിളിച്ചിട്ടില്ലല്ലോ, നമുക്ക് വിളിക്കാത്തോണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ഈ രേണുസുജി സെപ്റ്റി ടാങ്കിനോട് പറഞ്ഞത് എങ്ങനെ കാണും നോക്കി പൈസ മേടിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്യുന്നു. 50,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം ശമ്പളം കേട്ടത്. അപ്പൊ അതുപോലെ അനുഭവിക്കട്ടെ. അതുപോലെ 50,000 രൂപയാണ് രേണുസുജിക്ക് ഒരു ദിവസം. അത് അങ്ങനെയാണ് വാർത്ത വന്നത്. എനിക്ക് വാർത്ത ഏത് പേജാന്ന് കണ്ടില്ല. ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ രേണുസുതിന്ന് സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയതാണ്. പെരേരക്ക് പോവുകയാണെങ്കിൽ പെരേര എത്ര എന്നാലും പോവുള്ളൂ? എനിക്ക് 50,000 മുകളിൽ. 50,000 ഒന്നായാലും ഓക്കെയാണ്. 50,000 മുകളിലെന്ന് പറയുമ്പോ 60,000 75,000 ആ റേഞ്ച് കിട്ടണം. കാരണം നമ്മളെ അത്രത്തോളം നമ്മളെ മെന്റൽ ടോർച്ചർ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ ബിഗ് ബോസ്. അല്ലാണ്ട് വെറുതെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി മെന്റൽ ടോർച്ചറിംഗ് ഒക്കെ ഒരുപാടുണ്ട്. അത്ര പൈസയൊക്കെ ഉള്ള ഒരു ചാനലാണോ നമ്മുടെ ഏഷ്യാനെറ്റ്? നിങ്ങൾക്ക് അത്ര 75,000 തരാൻ പാകത്തിനുള്ള ചാനലുണ്ടോ ഏഷ്യാനെറ്റ്? അപ്പൊ അതൊക്കെ അതില് വ്യൂസ് ഉണ്ടല്ലോ. രേണുസുതിക്ക് 50,000 രൂപ കൊടുക്കാമെങ്കിൽ ഇപ്പൊ 19 കണ്ടസ്റ്റൻസിന് ഒരാൾക്ക് 50,000 വെച്ച് കൊടുക്കുമ്പോ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഷോ ആയിരിക്കണം. കാരണം ലാലേട്ടന് തന്നെ ഒരു ദിവസം 2 കോടി എന്ന് പറയണം. അപ്പൊ ഒരു ദിവസം 2 കോടി ആണെങ്കിൽ 100 ദിവസം എത്ര കോടി എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് താങ്കളായിരുന്നെങ്കിൽ സാധിക്കും. അവന് എന്ത് ചെയ്യുന്ന അക്ബർ നമ്മള് ആരാണെങ്കിലും ചെയ്യില്ല. നമ്മളെ എന്നെ കൂടുതലും മനസ്സിലാക്കുന്നവരെ എന്നോടത്ത് ചൊറിയാൻ വരുള്ളൂ. മനസ്സിലായത്? നമ്മളങ്ങനെ ഒതുങ്ങിയേ പോവുള്ളൂ. ഒരു ടിപ്പിക്കൽ ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആണെങ്കിലും പൂച്ചേരെ പോലെ ഇരുന്നു. അല്ല, അവിടെ ഒതുങ്ങിയിരിക്കാത്തവരെ വാഴാന്ന് വിളിക്കണത് മിണ്ടാണ്ട് തിരിയണം. സീക്രട്ട് ഏജന്റൊക്കെ വാഴാന്ന് വിളിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പതുക്കെ സംസാരിക്കും. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോ എന്നെ വിളിക്കാത്തത്. കാരണം തെറി വിളിക്കുന്ന സ്വഭാവമൊക്കെ എനിക്ക് കൂടുതലുണ്ട്. പക്ഷെ പല വീഡിയോയിലും പെരേര ആട്ടുന്നു, അപമാനിക്കുന്നു. അപ്പോഴും നീ വയലൻസ് കാണാറില്ലല്ലോ. എപ്പോഴും നമ്മളത് ഫ്രണ്ട് സർക്കിൾ അല്ലേ. ഇപ്പൊ ബിഗ് ബോസ് എന്ന ഷോ ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമില്ല. അല്ല, പബ്ലിക്കിൽ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പബ്ലിക്കിൽ നിന്ന് ഓട്ടി അടിക്കുന്ന വീഡിയോസ് ഒക്കെ കാണാറില്ല. പബ്ലിക് അതാ പറഞ്ഞത്. അവരെയും നമ്മളോട് കൂടെയൊക്കെ ഒരു വീഡിയോകളൊക്കെ ഉള്ള ആൾക്കാരല്ലേ പലരും, പബ്ലിക്കിൽ തന്നെ വരുന്ന ആൾക്കാർ. ഇപ്പൊ രേണുസുദിന്റെ അപ്പാനുസരത്തിന് എനിക്ക് അറിയാം. ഷാനവാസിനും എന്നെ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ബാക്കിയുള്ള ആൾക്കാർക്ക് എന്നെ പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് എല്ലാവരും അറിയില്ല. ഇപ്പൊ അനിമോൾക്ക് പിന്നെ എന്നെ അറിയാലോ. പിന്നെ അതുകൊണ്ട് ഒരു ദിവസമല്ല, അതിന് മുന്നേ കല്യാണത്തിന് കൊണ്ടപ്പോ പെരേരയുടെ പേരൊക്കെ എടുത്ത് പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കണ്ടപ്പോ എപ്പോഴും ഓരോരുത്തരോട് രീതിയിലല്ലോ. രേണുസുതി ചേച്ചിയുടെ പോലെയാണ് അനിമോള് പെരുമാറുന്നത്. അനുസരിയാണെങ്കിൽ ഒരു ദിവസം കണ്ടപ്പോ മൈൻഡ് ആക്കിയില്ല. എല്ലാരും ഒരേപോലെ ആവൂലല്ലോ. ബിഗ് ബോസ് കയറി കഴിഞ്ഞാൽ എന്ത് സ്ട്രാറ്റജി ആയിരിക്കും യൂസ് ചെയ്യാ? എന്ത് സ്ട്രാറ്റജി ആയിരിക്കും യൂസ് ചെയ്യണേ വൈൽഡ് കാർഡിലേക്ക് കയറി കഴിഞ്ഞാല് നമ്മള് കുറച്ചുകൂടിയൊക്കെ ഓണാവും. നമ്മുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ബിഗ് ബോസിന് അറിയാൻ പറ്റും. 1-2 ദിവസം കൊണ്ട് പുറത്താവുകയും ചെയ്യും. അല്ല, അതായത് ഇപ്പൊ ഈ കാണുന്ന വലൻ ജോസ് പെരേരല്ല, അവിടെ പോയ ടെററായിരിക്കും. നമ്മളെ കഴിഞ്ഞ ദിവസം തന്നെ ഇത് കണ്ടില്ലേ, ഞാൻ അടിച്ചു പൊളിച്ചു. അപ്പൊ അപ്പനായിട്ടുള്ളൊരു അപ്പന് എന്നെ വയക്ക് പറഞ്ഞപ്പോ നമ്മള് ചില്ലടിച്ചു പൊളിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വന്ന് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. നമ്മള് പാട്ട് കേട്ടും സിനിമ കണ്ടൊക്കെ കൺട്രോൾ ചെയ്യണം. നിങ്ങൾ തന്നെ നിങ്ങളെ ചങ്ങലക്കിട്ടിരിക്കുന്ന മറ്റൊരു പെരേരയുണ്ടോ? അല്ല, പെരേര വീട്ടിൽ വിളിക്കുന്ന ലിയോ എന്ന് അറിയുന്നുണ്ട്. ഇപ്പൊ മറ്റേ ലിയോ സിനിമയിൽ 2 വിജയം ഉണ്ടല്ലോ. ഒന്ന് പാർത്ഥിപം ഒതുങ്ങി പാവം, മറ്റേത് വിജയവും. ലിയോ എന്ന് പറയുന്നത് ആ പോലത്തെ ഒരു ലിയോ ആണ്, ടെററായിട്ടല്ല. ടെററായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്ത് കിട്ടുന്നു അതുകൊണ്ട് തലക്കെട്ട് അടിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ സൈക്കോ കില്ലറാണ്. കില്ലറല്ല, പക്ഷെ കില്ലർ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കില്ലറായി പോകും. അല്ലാണ്ട് നമ്മള് ആരെയും നമ്മള് കൊല്ലാനോ പിടിക്കാനോ പോകുന്നില്ല. സാഹചര്യമാണ് നമ്മളെ ഓരോരുത്തരെയും കള്ളനും കൊലപാതകമൊക്കെ ആക്കുന്നത്. ജയിലിൽ കയറാൻ ആഗ്രഹമുണ്ട്. ജയിലിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരാളൊക്കെ ഒന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശിക്ഷ അനുഭവിച്ചതിനെ പറ്റുള്ളൂ. ഒന്നിട്ടില്ല, എന്നാലും ഞാൻ പറയണേന്. താങ്കളെ ബിഗ് ബോസ് കയറ്റിയ ബിഗ് ബോസിന് തന്നെ ഒരു വധഭീഷണിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ എടുക്കാണ്ടിരിക്കുക പലപ്പോഴും. അല്ലെങ്കിൽ നമ്മള് എടുത്തു കഴിഞ്ഞാല് നമ്മളെ അവിടുത്തെ ഹെൽത്ത് ഇഷ്യൂ നോക്കണം. നമ്മുടെ അടുത്ത് ചൊറിയാനോ അല്ലെങ്കിൽ എന്റെ അടുത്ത് ദേഹോദ്രവം ചെയ്തു കഴിഞ്ഞാല് തിരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാവും. പിന്നെ ബ്ലഡ് വരും. മനസ്സിലായ? ചോരക്കളിയാവും. അപ്പൊ അതുകൊണ്ട് പുറത്ത് വിളിക്കാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ ഒരുപാട് ഈ എപ്പിസോഡ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഗെയിമുകൾ പക്ക അലമ്പാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ച് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ വല്ല കുഴപ്പമില്ല.
ഇപ്പൊ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് മാന്യമായിട്ട് രീതി വർത്താനം ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് തോപ്പിക്കാം. ദേഹത്തേക്ക് ഉപദ്രവിക്കാണ്ട് ഇരിക്കാണ്ടിരുന്നാൽ നല്ലത്. പിന്നെ കയ്യാങ്കളിയാവും, രണ്ടൊരാൾ തീരും എന്ന രീതിയിലാവും. അതുകൊണ്ട് ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് ബിഗ് ബോസ് വിളിക്കാത്തൊരു സന്തോഷമുള്ളൂ. കാരണം മാന്യമായിട്ട് കേരളത്തിൽ ജീവിക്കാല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ചില മരണം ഉറപ്പാണ്. ചെറിയൊരു വിഷമല്ലേ? ഇല്ലടാ, കാരണം ഐസ്ക്രീം മോന്തൊക്കെ നിന്റെ മുഖത്തൊക്കെ ഐസ്ക്രീം തേക്കട്ടെ. അവിടെ കേൾക്കുമ്പോ ടാസ്കിന്റെ ഭാഗമായിട്ട് കരുതല്ല 19 ആൾക്കാരെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ പെരേര ഒന്നില്ല. ഇല്ല, എനിക്ക് പറ്റത്തില്ല. എന്റെ മുഖത്തൊക്കെ ഐസ്ക്രീം വെച്ചാൽ അവന്റെ പല്ല് തെറിക്കുന്ന ആളാ. മനസ്സിലായ? അവിടെയുള്ള ആൾക്കാരെ പോലെ അല്ല ഞാൻ. അലി ജോസ് പെരേര എന്ന് പറഞ്ഞ കേരളത്തെ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് നിൽക്കുന്നത്, നമ്മളെ അവിടെ പോവാതിരിക്കുന്നത്. കാരണം എന്റെ ഡിഫറെന്റ് ആണ് എന്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടറിനെ പോലെ ഈ ക്രഷാണ് മാങ്ങത്തില്ല എന്ന് പറയുന്നത് കാണുന്നതല്ല. ഇപ്പൊ ആടി തന്നെ പറഞ്ഞില്ലേ, ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ അത്ര മൈൻഡ് ചെയ്യുന്നുള്ളത്. നമ്മളത് മൈൻഡ് ചെയ്യുന്ന ആൾക്കാരോട് തിരിച്ച് മൈൻഡ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇന്നാള് വൈറ്റിലേക്ക് പോയപ്പോ ഒരു പെങ്കൊച്ച് എന്റെ കൈ കയറി പിടിക്കണ്ടേ, കൈ പിടിച്ച് വലിക്കുമ്പോ പിന്നെ മൈൻഡ് ചെയ്യണ്ടേ. കാരണം എനിക്ക് അങ്ങനത്തെ ദേഷ്യപ്പെട്ട ആളോട് പെട്ടെന്ന് വലിച്ചപ്പോ പെട്ടെന്ന് അല്ല, അതൊരു മോഡലിംഗ് ലുക്കുള്ള കൊച്ചായിരുന്നു. അതുകൊണ്ട് ദേഷ്യപ്പെട്ടില്ല. അതല്ല, അത് നിങ്ങൾക്ക് സുഖം കിട്ടിയെന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ സുഖമൊന്നുമല്ല, എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല. പെണ്ണുങ്ങളായതുകൊണ്ട് പിന്നെ കേസ് തിരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാകൊണ്ട് നമ്മള് ആ ഷെയ്ക്കാണ്ട് കുറച്ച് നേരം പിടിക്കേണ്ടി വന്നു. കാരണം ഒരു കൈ കാണിച്ച് ഇങ്ങനെ വലിച്ചേ അങ്ങനെ കുറച്ചു നേരം നിക്കേണ്ടി വന്നു. ചെരുപ്പൂരി അടി അങ്ങനെ എന്തെങ്കിലും? അത് ഒന്നാം ദിവസം പഠിക്കുമ്പോ, ഒന്നാം ദിവസം മടിയിട്ടുണ്ട്. അതിന് ശേഷം കിട്ടിയിട്ടില്ല. അതിനുശേഷം ആൾക്കാരൊക്കെ ഒരു നമ്മളെ കെട്ടിയിടുന്നോണ്ട് പിന്നെ അടി കിട്ടാൻ പാടില്ല. അല്ല, ഈ 1ാം ക്ലാസ് കിട്ടിയിട്ട് അടിയിട്ടുള്ള കാരണം എന്താണ്? കട്ടി